ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫുഡ് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഓർത്തിരിക്കുക. വെതർ ആക്ച്വലി വലിയ നല്ല വെതറൊന്നും അല്ല, നല്ല മൂടിയായിട്ടുള്ള വെതറാണ്. പിന്നെ ഈ വിൻ്റർ ടൈമിൽ നമ്മൾ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു വീട്ടിലിങ്ങനെ ഇരുത്തുന്നത് അത്ര ശരിയല്ലാണ്. ഐസ്തുന് ഏതാണ്ടൊക്കെ പറയാനുണ്ട്, പറ. അപ്പോൾ നല്ല നാട്ടിൽ നല്ല പറമ്പിലും പള്ളിയിലൊക്കെ പോവുകയും ആൾക്കാരും എല്ലായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്യുന്ന പേരൻസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഡൗൺ ആയിപ്പോൾ. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമുക്കൊക്കെ ഡ്യൂട്ടി ഒക്കെയാണ്. പക്ഷേ കിട്ടുന്ന സമയങ്ങൾ അവരെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ വെതർ ഒന്നും ഒത്തിരി നല്ലതല്ല. 10B ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോകാൻ വേണ്ടി. പക്ഷെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. നല്ല മഴയാണ്, നല്ല ഐശ്വര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി കാണുന്നതും പോകുന്നതൊക്കെ. നമ്മളിവിടെ കാസൽ ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബീച്ചിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനടുത്തുള്ള കുറച്ച് പാർക്കിംഗ് സ്പേസസ് നമ്മൾ നോക്കി അവിടെ വേണം നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ പാർക്ക് ചെയ്ത 5 ആർച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാർ പാർക്ക് സ്പേസിലാണ്. അവിടെ 2 hourന് 4 pound, 10 hours ആണെങ്കിൽ 10 pound. അതാണ് അതിൻ്റെ പ്രൈസസ് വരുന്നത്. അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാൻ വേണ്ടിയാണ്. പക്ഷെ നടക്കുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം ഇവിടെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് ക്യാസിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടങ്ങനെ നടന്നങ്ങ് പോകാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്നാൽ എങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറിയ വെയിലുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും തണുപ്പിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് കാറ്റ് കാണുമല്ലോ. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിങ്ങൾ ഗൂഗിളിൽ പബ്ലിക് ടോയ്ലറ്റ് നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടോയ്ലറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഏപ്രിൽ തൊട്ട് അവിടെ ബോട്ടിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ പ്രീ ബുക്കിംഗ് അവിടെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ബോട്ട് ട്രിപ്സ് ഉണ്ട് അവിടെ. നമുക്ക് ഡോൾഫിൻ്റെ ഒക്കെ സീസണൽ ടൈമാണ്. അപ്പം നമുക്ക് നമ്മൾ ആ ബോട്ട് സഫാരി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോൾഫിനൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു 1 hour ട്രിപ്പാണ്. എക്സ്പ്ലോറിങ് കാഡ്ലിൽ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജസ് ആണ്. ചിൽഡ്രനെ അലൗ ചെയ്യുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വെതർ ഇങ്ങനെ ആയിട്ടായിരിക്കാം നമ്മൾ പോയതൊരു സാറ്റർഡേ ആയിട്ട് പോലും ബീച്ച് കാലിയായിരുന്നു. അങ്ങനെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏരിയ ആയിട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ ടോയ്ലറ്റ് ആയിട്ടുള്ളത്. ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് പബ്ലിക് ടോയ്ലറ്റ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെയാണ് മ്യൂസിയം ഉണ്ട്. പക്ഷെ നമ്മൾ മ്യൂസിയം ഒന്നും കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത് എല്ലാ വഴിയൊന്നും ഇങ്ങനെ ബേബി പ്രാം ഫ്രണ്ട്ലി ഒന്നുമല്ല. നമ്മൾ കുട്ടീനെ കൊണ്ടൊക്കെ പ്രാമിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കുട്ടിയുടെ പ്രാം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താണ് നമ്മൾ പലയിടത്തും കയറ്റിയിട്ടുണ്ടായിരുന്നത്. സ്റ്റെയർകേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാം വണ്ടിയിൽ വെച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ പ്രാം ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കയറ്റാവുന്നതേ ഉള്ളൂ. അമ്മ എന്താണേലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വെതറൊക്കെ അമ്മയ്ക്ക് ഓക്കെ ആണെന്നാണ് അമ്മ പറയുന്നത്. കാറ്റുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആൾ ഓക്കെ ആയിരുന്നു. എല്ലായിടത്തും ചാടി കയറി വലിഞ്ഞു കയറി പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കയറുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അമ്മ മടുത്തോന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആളിവിടെ ഓടിക്കാണിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്കിവിടെ നോക്കിയറിയാം ബീച്ച് മൊത്തം കാലിയായിരുന്നു, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് വോക്ക് ചെയ്യാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലാതെ ബീച്ച് കാലിയായിരുന്നു അവിടെ. ഈ കാണുന്ന അവിടുത്തെ ലൈഫ് ബോട്ട് സ്റ്റേഷൻ സ്റ്റാൻഡാണ്. ഇത് 1897 ഉണ്ടാക്കിയതാണെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. വെതർ കുറച്ച് മൂടിയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഫോണിലൂടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഭംഗിയാണ് ഇത് കാണുമ്പോൾ. ഇനി നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. മുമ്പ് ഞാൻ കാണിച്ച പോലെ ഒരു സൈഡിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. നമ്മൾ താഴെ ബീച്ചിലേക്കാണ് ഇത് കാണുന്ന വഴി. ബീച്ചിലേക്ക് പ്രാം ഇറക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ബിബിയും കുഞ്ഞും അവിടെ പുറത്ത് നിന്നുള്ളൂ. ഞാനും അമ്മയും കൂടെ കുറച്ച് നടക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെറിയൊരു കേവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കേവിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല സണ്ണി ഡേ ഒക്കെയാണ്. ഇവിടെ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനൊക്കെ. കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു ബീച്ചാണ്, നല്ല ക്ലീൻ ബീച്ചാണിത്. അമ്മ പറഞ്ഞു എനിക്ക് നാട്ടിൽ കൊണ്ട് കാണിക്കാനാന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെയാണ് ഇങ്ങനെ പോസൊക്കെ ചെയ്യുന്നത്, കൈക്ക് ഇങ്ങനെ വെച്ചിട്ട്. അമ്മ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടമായ അമ്മ? ഇഷ്ടമായി. കൈയൊക്കെ എങ്ങനെ മരയ്ക്കുന്നുണ്ടോ? ഗ്ലൗസ് ഒക്കെ ഞാൻ ആദ്യം ഗ്ലൗസ് ഇതൊക്കെ മേടിക്കാൻ മറന്നു വരുന്നു. ഞാൻ ആക്ച്വലി നോർമലി ഗ്ലൗസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. വെൽഷ് കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഹോം മെയ്ഡാണ്. പക്ഷേ പ്രറ്റി എക്സ്പെൻസീവ് ആണല്ല. എങ്കിലും ഞങ്ങളൊരു കേക്കും ഒരു കോഫിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചോക്ലേറ്റും ഓറഞ്ചും കൂടെയുള്ള ഫ്ലേവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വെൽഷ് കേക്ക് അത് നല്ല ടേസ്റ്റിയാണ്. എനിക്കൊന്ന് ആ ഫ്ലേവർ മൊത്തത്തിൽ നന്നായിട്ട് സിങ്ക് ആവുന്നൊരു ഫ്ലേവറാണ് തോന്നുന്നു, ചോക്ലേറ്റ് ഓറഞ്ച്. ഇവിടെ ഈ കാസൽ ബീച്ചിൽ ഇത്രേ കാണാനുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ വെതർ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും മൊത്തത്തിലൊരു എല്ലാം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ ആ പാർക്കിങ്ങിൻ്റെ സൈഡിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ കുറച്ചൊരു ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ കണ്ടു. കുറച്ച് നേരം ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീച്ച് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം ഹെറിഫോർഡിലേക്ക്. ഹെറിഫോർഡ് ചെന്നിട്ട് നമ്മൾ നാൻഡോസിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.